പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇടുക്കിയിൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിനു നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ വിഷ്ണു സുരേഷ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് ഇടതു നേതൃത്വങ്ങൾ ആദ്യമേ അറിയിച്ചതാണ്. ഇപ്പോൾ കരിങ്കൊടി പ്രതിഷേധം, അതും വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിൽ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആരാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരിക്കുന്നത്? ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ ഗവർണർ തൊടുപുഴയിലേക്ക് എത്തിയ ഘട്ടം മുതൽ തന്നെ SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഘട്ടത്തിലാണ് ഗവർണർക്കെതിരെ റോഡരികിൽ തമ്പടിച്ചു നിന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തിയത്. കരിങ്കൊടി ഉൾപ്പെടെ അവർ വാഹനത്തിലേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിച്ചു. ഗവർണർ അവരെ കൈവീശി കാണിക്കുന്ന കാഴ്ചയും ഇതിനിടയിൽ കണ്ടു. ഗവർണർ ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം റോഡിൽ കൂടിയുന്ന ആളുകളെ കൈവെട്ടി കാണിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. നിലവിൽ അദ്ദേഹം റെസ്റ്റ് ഹൗസിലേക്ക് പോകുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. അവർ ആ പ്രതിഷേധവുമായി റെസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് തൊടുപുഴയിലേക്ക് ഗവർണർ എത്തിയത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ പ്രതിഷേധങ്ങളെ താൻ വകവെക്കുന്നില്ല. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് താൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു. നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി റെസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും. അവിടെ SFIയുടെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. SFI പ്രവർത്തകർ ഒന്നാകെ അവിടെ വലിയ പോലീസ് സന്നാഹം, വലിയ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ അതിനിടയിലും SFI നേരത്തെ പ്രഖ്യാപിച്ച നിലപാട്, ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരുമെന്ന നിലപാട്, അതവർ ആവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് തൊടുപുഴയിൽ ഇടുക്കിയിൽ നിന്ന് ഹർത്താലാണ്. ഇടതുപക്ഷത്തിന്റെ ഹർത്താൽ പൂർണ്ണമാണ്. അതിനിടയിലാണ് ഈ പ്രതിഷേധവും ഗവർണർക്കെതിരെ തിരമ്പുന്നത്. നിലവിൽ ആ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി റെസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക്, അദ്ദേഹം റെസ്റ്റ് ഹൗസിൽ ഇറങ്ങുമെന്നാണ് ലഭിച്ച വിവരം. ആ ഭാഗത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാവിലെ തൊടുപുഴയിലേക്ക് കടന്ന ഘട്ടത്തിൽ വെങ്ങല്ലൂരിലും അതോടൊപ്പം തന്നെ ഗുരു ജംഗ്ഷനിലും ഷാപ്പുംപടിയിലുമെല്ലാം കണ്ട പ്രതിഷേധം, അത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ പ്രതിഷേധം തുടരുന്നു. പ്രധാനമായും ഭൂപതി ഭേദഗതി ബില്ലിൽ, ആ ബില്ലിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുടെ വികസന കുതിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂപതി ഭേദഗതി ബില്ല്. ആ ബില്ലിൽ ഒപ്പുവെക്കാൻ ഗവർണർ വിസമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബില്ലുമായി ബന്ധപ്പെട്ട് തനിക്ക് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. പക്ഷേ ആ പരാതികളിലെ വിശദീകരണം സർക്കാരിനോട് ചോദിച്ചിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് താൻ ആ ബില്ലുകളിൽ ഒപ്പുവെക്കാത്തതെന്നായിരുന്നു ഗവർണറുടെ ന്യായീകരണങ്ങൾക്കപ്പുറത്ത് ഇടുക്കിയുടെ വികസന കുതിപ്പിന് ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് ഇടത് LDFന്റെ ഹർത്താൽ ഇന്ന് അവിടെ നടക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസുകാർക്ക് വ്യക്തമായി അറിയാം എന്ന് നിൽക്കെ തന്നെ ഗവർണർ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഇത്രയും സംഘടിതമായ ആളുകൾ എത്തി കരിങ്കൊടി കാണിക്കുമ്പോൾ ഒരു പോലീസ് വീഴ്ച അവിടെ പ്രകടമല്ലേ വിഷ്ണു? ഒരുപാട് പ്രവർത്തകർ ആ സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്നില്ലേ? സാധാരണഗതിയിൽ നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ കരിങ്കൊടിയുമായി എത്തിയ ഘട്ടത്തിൽ പ്രതിരോധം എന്ന രീതിയിൽ, അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന രീതിയിൽ കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തു വെക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. പക്ഷേ തൊടുപുഴയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് സുഹേൽ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തരത്തിലുള്ള കരുതൽ തടങ്കലോ അല്ലെങ്കിൽ ഇവരെ കാര്യമായി നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ കരിങ്കൊടിയുമായി എത്തി, അതായത് കരിങ്കൊടിയുമായി എത്തി തമ്പടിച്ചു നിന്ന ആളുകളാണ് ഇവർ. ആ കരിങ്കൊടി പിടിച്ചു വാങ്ങി ഇവരെ കസ്റ്റഡി എടുക്കുന്ന നടപടി ഒന്നും തന്നെ പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നൊരു വീഴ്ചയായി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. സുഹേൽ, ഇടുക്കിയിൽ LDF ഹർത്താൽ തുടരുന്നതിനിടെ ഗവർണർ ഇന്ന് ജില്ലയിൽ പരിപാടികൾ പങ്കെടുക്കുന്നതിനിടെ LDFന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. DYFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചതിന് പിന്നാലെ 3ാമത്തെ കരിങ്കൊടിയാണ് ഗവർണർക്ക് നേരെ ഉണ്ടാകുന്നത്. അങ്ങനെ വെല്ലുവിളിച്ചും മറുവെല്ലുവിളിയുമായി ഇടത് സംഘടനകളും ഗവർണറും തമ്മിൽ രാഷ്ട്രീയ പോരങ്ങനെ മുറുകുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാകുന്നു. ഗവർണർ സർക്കാർ പോര് രൂക്ഷമാക്കുന്ന രീതിയിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഇടത് സംഘടനകളിൽ നിന്ന് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടുക്കിയിൽ ഇപ്പോഴും പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നു. ഗവർണറുടെ വാഹന വ്യൂഹം അവിടെ നിന്ന് കടന്നുപോയിട്ടുണ്ട്. വിഷ്ണു, ഇപ്പോഴും കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തി പരിസരത്ത് പ്രതിഷേധിക്കുകയാണോ?
സുഹൈല, നിലവിലും പ്രതിഷേധം തുടരുകയാണ്. ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇപ്പുറത്തേക്ക് എത്തി. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അതിന് സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് എത്തി. പക്ഷേ പോലീസ് കൂട്ടമായി എത്തി അവരെ നിലവിൽ തടഞ്ഞിരിക്കുകയാണ്. നിലവിൽ റോഡ് ഉപരോധം, റോട്ടിൽ കുത്തിയിരുന്ന അവർ സമരം ചെയ്യുകയാണ്. ഇന്ന് ഹർത്താലാണ്, അതുകൊണ്ട് ഇന്ന് നിരത്തുകളിൽ കാര്യമായി തിരക്കില്ല. പക്ഷേ ഈ നിലപാട്, അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്വീകരിച്ച നിലപാട് കടുത്ത വിയോജിപ്പ് ഇടതുപക്ഷ പോഷക സംഘടനകളും CPIM ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുടെ സമഗ്ര വികസനത്തിന് കൂട്ടാകുന്ന ഒന്നാണ് ഈ ഭൂപതിവ് ഭേദഗതി ബില്ല്. ആ ബില്ലിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെക്കാത്തത് ഇടുക്കി ജനതയോടുള്ള ഒരു